ഹലോ, അപ്പോൾ എല്ലാവർക്കും ചില്ലി ഫ്ലേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ 2024 തുടങ്ങിയിട്ടുള്ള നമ്മൾ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് എല്ലാവർക്കും എൻ്റെ വക ഒരു ഹാപ്പി ന്യൂ ഇയർ. നല്ലൊരു വർഷമാവട്ടെ 2024 എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മളെല്ലാ ആഗ്രഹങ്ങളും എല്ലാ സ്വപ്നങ്ങളൊക്കെ നടന്ന ഒരു ഹാപ്പി ഇയർ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമ്മളുടെ 2023 നല്ലൊരു ഇയറായിട്ട് കടന്നുപോയി. നല്ല ഓർമ്മകളും നല്ല സ്വപ്നങ്ങളും മാത്രം നമുക്ക് 2024 എടുക്കാം അല്ലേ. ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരുപാട് നല്ല ഓർമ്മകൾ തന്നിട്ടാണ് 23 കഴിയുന്നത്. അതിലൊരിക്കലും ഞാൻ മറക്കാത്തത് എൻ്റെ കോളേജിൽ ഞാൻ പഠിച്ച എൻ്റെ ഫറൂഖ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ ഒരു ഗസ്റ്റായിട്ട് എനിക്ക് പോകാനായിട്ടുള്ളൊരു സാധിച്ചൊരു ആ ഒരു മൊമെൻറ്റ് ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കില്ല. അത് എത്ര ആലോചിക്കും തോറും എനിക്ക് സന്തോഷം തരുന്ന ഒരു മൊമെൻറ്റാണ്. അതേപോലെ തന്നെയായിരുന്നു നമ്മളുടെ ഫസ്റ്റ് ഒരു TV ഷോ സൂര്യ TVയിലെ ലഞ്ച് ബോക്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ നമുക്ക് വരാനായിട്ട് പറ്റി. അതും ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാത്തൊരു ഓർമ്മയായിട്ട് എന്നും ഉണ്ടാവും. അടുത്തതായിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം എന്നുള്ളതിൻ്റെ ഒരു ആഗ്രഹം കൂടെ നടന്നൊരു വർഷമായിരുന്നു കഴിഞ്ഞ വർഷം. പിങ്ക് വേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഓൺലൈൻ സ്റ്റോർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇത് മാത്രമല്ല, ഒരുപാട് സങ്കടം ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ടൈം ഉണ്ടായിട്ടുണ്ട്. അതൊന്നും നമ്മൾ കൂടുതൽ ആലോചിച്ചിട്ട് നമ്മൾ സമയം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലേ. നല്ലതും ചീത്തതെന്ന് നമുക്ക് കിട്ടിയ കുറച്ച് എക്സ്പീരിയൻസും ഒക്കെ എടുത്തിട്ട് വേണ്ടേ നമ്മൾ അടുത്ത വർഷം തുടങ്ങാൻ. അപ്പോൾ ഈ എഴുതി ഉണ്ടാക്കുന്നത് എന്താണെന്നായിരിക്കും അല്ലേ. അപ്പോൾ അടുത്ത വർഷത്തേക്ക് എൻ്റെ ചെറിയൊരു ഗോൾ ഞാൻ സെറ്റ് ചെയ്തതാണ് കേട്ടോ. അത് ഒരുപാടെണ്ണം എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നടക്കുമെന്ന് അറിയില്ല, പക്ഷേ എഴുതുമ്പോൾ നമുക്കൊരു വളരെ ഒരു സമാധാനമാണ്. ഇതൊക്കെ നടക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു മാനിഫെസ്റ്റ് ചെയ്യാമെന്ന് പറയില്ലേ. അപ്പോൾ അങ്ങനെ ഒരു സമാധാനം കിട്ടും. ഞാനിതിൽ ജനറലായിട്ട് നമുക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അത് എല്ലാവരും നമ്മളെ ലൈഫിൽ ഫോളോ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നല്ലതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഏറ്റവും ഫസ്റ്റായിട്ട് എനിക്ക് ഒഴിവാക്കണം എന്ന് തോന്നുന്നത് ചായയാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനായിട്ട് എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഗ്രാജ്വലി അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറച്ച് കൊണ്ടുവരാനായിട്ട് ഞാൻ നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഷുഗറി ആയിട്ടുള്ള ഐറ്റംസ് ഇൻറ്റൻസിറ്റി ഞാൻ കുറയ്ക്കാനായിട്ട് ശ്രമിക്കും. പിന്നെ ഈ വർഷം ഞാൻ ഒരുപാട് നടക്കാത്ത കാര്യങ്ങളൊന്നും ഞാൻ എഴുതാൻ ഇതാണ്. അതുകൊണ്ട് ഡെയിലി കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ബുക്സ് വായിച്ചു കൊടുക്കണം, ഒരു 2 ലൈനായാലും വായിച്ചു കൊടുക്കണം എന്നുള്ളത് ആണ് അടുത്ത എൻ്റെ ഒരു പ്ലാന്. ചിലപ്പോൾ എനിക്ക് കുറേ ഡെയിലി ഒന്നും വായിക്കാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 ലൈനെങ്കിലും വായിക്കണം എന്നുള്ളതാണ്. അടുത്തതായിട്ട് പിങ്ക് വേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് കുറഞ്ഞു പോവും, കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ അത് കൂടിപ്പോവും. പിങ്ക് വേഴ്സും എന്നും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമായിട്ട് എൻ്റെ ഉള്ളിലുണ്ടാവും. അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയണം എന്ന് തോന്നി കേട്ടോ. അതുകൊണ്ടാണ്. അടുത്തതായിട്ട് മസ്റ്റായിട്ട് നമ്മളെല്ലാവരും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് കറക്റ്റായിട്ടൊരു എക്സസൈസ് റൂട്ടീൻ. ചിലപ്പോൾ എനിക്ക് ആഴ്ചയിൽ 7 ദിവസമോ അല്ല 6 ദിവസമൊന്നും പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 4 ദിവസമെങ്കിലും ഒന്ന് നടക്കെങ്കിലും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അടുത്ത പ്ലാൻ. അല്ലാണ്ട് ഒരുപാട് വെയിറ്റ് ലോസ് ചെയ്യേണ്ട ഇതൊന്നും ഞാൻ റെസ്ട്രിക്ഷൻസ് ഒന്നും വെക്കുന്നില്ല. ജസ്റ്റ് നടക്കണം, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഡെയിലി ചെയ്യണം എന്നുള്ളതാണ് അടുത്ത എൻ്റെ ഏറ്റവും വലിയ ഒരാഗ്രഹം എന്ന് പറയുന്നത്. പിന്നെ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. എൻ്റെയൊക്കെ ടൈം ഏറ്റവും കൂടുതൽ എനിക്ക് പോകുന്നത് അൺനെസസറി ആയിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും. എനിക്ക് ചിലപ്പോൾ ആവശ്യമേ ഉണ്ടാവില്ല ആ വീഡിയോൻ്റെ ഒന്നും, പക്ഷെ ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് നിർത്താനേ പറ്റില്ല. ആ ഒരു ടൈം ഉണ്ടല്ലോ ഒരുപാട് എൻ്റെ പോവാറുണ്ട്. കാരണം എനിക്ക് ഫോണില്ലാണ്ട് നമ്മൾ വർക്ക് നടക്കുന്ന ഫോണിലൂടെയാണ്. അപ്പം ഫോൺ ഒഴിവാക്കാൻ എനിക്ക് പറ്റില്ല കംപ്ലീറ്റ് ആയിട്ട്, പക്ഷേ അതിൻ്റെ ഒരു ടൈം എനിക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു അൺനെസസറി സ്ക്രോളിങ് ഒഴിവാക്കിയിട്ട് ആ ഒരു ടൈമിനെ പ്രൊഡക്റ്റീവായിട്ട് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതും എനിക്ക് ചെറിയൊരു പ്ലാനിൽ എൻ്റെ ആഗ്രഹത്തിലുണ്ട്. അടുത്തതായിട്ട് ഫാമിലീൻ്റെ കൂടെ മാക്സിമം എൻജോയ് ചെയ്യണം എന്നുള്ളതാണ്. കൂടുതൽ സമയം ഫാമിലീൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അടുത്തൊരു ആഗ്രഹം എന്ന് പറയുന്നത്. കാരണം പലപ്പോഴും ഇല്ലേ, ഞാൻ ഭയങ്കര ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാനെന്നല്ല, ഒട്ടുമിക്ക ആൾക്കാരും ഇല്ലേ, ചെറിയൊരു കാര്യം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് അതിനെ ഓവറാക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതില്ലാതെ നമ്മൾ ആ ഒരു മൊമെൻറ്റ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ട്. അപ്പോൾ അതും കൂടെ എൻ്റെ ഒരു കറണ്ട് 2024 ലിസ്റ്റിലുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മളൊരു കുഞ്ഞി ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ലിസ്റ്റ് നമ്മളായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.